إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ പരസ്പരമുള്ള പെരുമാറ്റ മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഒരുപാട് പ്രേരണയും പ്രോത്സാഹനവും കൽപ്പനയും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് അയൽവാസികളോട് പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്ന് പറയുന്നത്. അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കലും നല്ല അയൽപക്ക ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നുള്ളത്. ആരാണ് അയൽവാസി എന്ന് ചോദിച്ചാൽ ഇത്ര ദൂരത്തിനിടക്ക് അല്ലെങ്കിൽ ഇത്ര വീടുകൾ എന്ന് പറയാൻ കഴിയുകയില്ല. ഖുർആനോ ഹദീസോ അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ അടുത്ത അയൽവാസി, അകന്ന അയൽവാസി എന്ന പ്രയോഗം ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പലരും പല വീക്ഷണം ഈ വിഷയത്തിൽ പുലർത്തിയതായി നമുക്ക് കാണാം. ഇമാം റാഗിബ് റഹിമഹുല്ല പറയുന്നത്, ഏതൊരുത്തന്റെ താമസ സ്ഥലം, വീട് നിന്നോടടുത്ത് നിൽക്കുന്നുവോ അതാണ് നിന്റെ അയൽവാസി എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, മൻ സമിഅൻ നിദാഅ ഫഹുവ ജാറുൻ, വിളിച്ചാൽ കേൾക്കുന്നവൻ അവനാണ് അയൽവാസി. എന്നാൽ നമ്മുടെ വിളി ആർക്കൊക്കെ എത്തുമ്പോൾ, വീട്ടിൽ നിന്ന് വിളിച്ചാൽ ആർക്കൊക്കെ വിളി എത്തുമോ ആ വിളി കേൾക്കുന്ന പരിധിയിലുള്ളവരൊക്കെ അയൽവാസിയാണ്. ഇതൊക്കെ പണ്ഡിതാഭിപ്രായങ്ങളാണ്. ഹസൻ ബസ്രി റഹിമഹുല്ല താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ എല്ലാ ഭാഗത്തും, മുമ്പിലും ബാക്കിലും ഇടതും വലതും 4 ഭാഗത്തുമുള്ള 40 വീടുകൾ, അപ്പൊ 4 4 16 160 വീട് വരും. ഓരോ ഭാഗത്തുമായി 40 വീടുകൾ. ഇതിന് തെളിവായിക്കൊണ്ട് ചില ആളുകൾ തൊബറാനി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നബിയുടെ അടുക്കൽ വന്ന് ഒരാൾ അയൽവാസി ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ, ഉമർ, അലി എന്നീ ആളുകളോട് പള്ളിയിൽ ചെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഹദീസിലുള്ള ഒരു വാചകമാണ്. അലാ ഇന്ന 40 ദാറൻ ജാറുൻ, 40 വീടുകൾ വീട്ടുകാർ അയൽവാസികളാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. എന്നാൽ ഈ ഹദീസ് ലൈഫുൻ ജിദ്ദൻ, വളരെ ദുർബലമാണ് എന്ന് ഹദീസ് നിരൂപകന്മാരായ ആളുകൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തിയതായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ദുർബലമായ ഹദീസും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ ആളുകൾ ചുറ്റുവട്ടത്തുള്ള 40 വീടുകളെന്നോ അല്ലെ ഓരോ ഭാഗത്തുമുള്ള 40 വീതം വീടുകളെന്നോ ഒക്കെ കിതാബുകളിൽ കാണുന്നത് കൊണ്ടാകാം നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ 40 വീട് വരെ അയൽവാസികളാണ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ദൂരപരിധി അല്ലെങ്കിൽ ഒരു അതിർത്തി അയൽപക്കത്തിന് ഖുർആനോ ഹദീസോ നിശ്ചയിച്ചിട്ടില്ല. ഈ പറയുന്ന റിപ്പോർട്ട് തെറ്റായ റിപ്പോർട്ടുമാണ്. അപ്പൊ പിന്നെ നേരത്തെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വിളി കേൾക്കുന്നവൻ, അല്ലെങ്കിൽ ഇമാം റാഗിബ് പറഞ്ഞതുപോലെ അടുത്ത് താമസിക്കുന്നവർ, അലി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി കൃത്യം, വിളിച്ചാൽ കേൾക്കുന്ന പരിധിയിലുള്ളവർ, അപ്പൊ ഏകദേശം ചുറ്റുവട്ടത്തുള്ള വീടുകളൊക്കെ അയൽപക്കം എന്ന് പറയാം. ഇത്തരം അഭിപ്രായങ്ങളെ വിശകലനം നടത്തിക്കൊണ്ട് ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഫതഹുൽ ഖദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഖുർആനിലോ ഹദീസിലോ ഇവിഷയകമായി കൃത്യമായ ഒരു ദൂരപരിധിയോ അളവോ ആരാണ് അയൽവാസി എന്ന് പറയാൻ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങാം. എന്നാൽ അങ്ങനെയൊന്നില്ല എങ്കിൽ പിന്നെ എന്തിലേക്കാണ് മടങ്ങേണ്ടത്? അത് നാട്ടുനടപ്പനുസരിച്ച് അയൽവാസി എന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും, അവരെയൊക്കെ നമ്മൾ അയൽവാസികളായി പരിഗണിക്കാം. ഭാഷാപരമായി ജാർ എന്ന് പറഞ്ഞാൽ അൽ മുജാവറ, അടുപ്പം എന്നാണ്. അപ്പൊ നമ്മള് മലയാളത്തിൽ പറഞ്ഞ അയൽവാസി, അടുത്ത് താമസിക്കുന്നവൻ. അപ്പൊ ആ പരിധിയിൽ ഒരു നാട്ടുനടപ്പനുസരിച്ച് ഓരോ പ്രദേശത്തും ഏത് പരിധി അതിന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നാട്ടുനടപ്പ് എന്താണോ ആ വൃത്തത്തിലുള്ളവരൊക്കെ അയൽവാസികളായി പരിഗണിക്കുക എന്നതാണ്. ഇനി അയൽവാസികളുടെ കൂട്ടത്തിൽ 3 തരം ആളുകൾ ഉണ്ടാകാം. ഒന്ന്, അടുത്ത ബന്ധമുള്ളവനും അതോടൊപ്പം മുസ്ലിമും അയൽവാസിയുമായ ഒരാൾ. ഇയാളോടാണ് നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടത്. അല്ലെങ്കിൽ 3 തരത്തിലുള്ള ബാധ്യതകൾ: 1 മുസ്ലിമിനോടുള്ള ബാധ്യത, 2 അയൽവാസിയുള്ള ബാധ്യത, 3 അടുത്തവൻ എന്നുള്ള ബന്ധു എന്നുള്ള ബാധ്യത. ഈ 3 ബാധ്യത അത്തരത്തിലുള്ള അയൽവാസിയോട് ഉണ്ട്. മറ്റൊന്ന്, മുസ്ലിമായ അയൽവാസി, അയാൾ അടുത്ത കുടുംബക്കാരനല്ല, അപ്പൊ അയൽവാസി എന്നുള്ള ബാധ്യതയുണ്ട്. മുസ്ലിം സഹോദരൻ എന്നുള്ളവർക്കുള്ള 2 ബാധ്യത.
ആദ്യത്തെ ആളോട് 3 എണ്ണം, രണ്ടാമത്തെ ആളോട് 2 എണ്ണം. പിന്നെ ഒരു മുസ്ലിം അല്ലാത്ത ഒരു കാഫറായ അയൽവാസിയാണെങ്കിൽ അവനോട് ഒരു ബാധ്യതയുണ്ട്. കാരണം അയാൾ ബന്ധുവല്ല, മുസ്ലിമല്ല, പിന്നെന്താണ്, അയൽവാസിയാണ്. അപ്പൊ അയൽവാസിയോടുള്ള ബാധ്യത അവനോട് നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്ന കൽപ്പനയിൽ ഈ കാഫറായ അയൽവാസിയും ഉൾപ്പെടുന്നു. അപ്പോ അയൽവാസി മുസ്ലിം അല്ല എന്നതുകൊണ്ട് അവനോട് അയൽവാസിയോടുള്ള ബാധ്യത ഒഴിവാകുന്നില്ല എന്ന് പണ്ഡിതന്മാരുടെ വിശകലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഇതു സംബന്ധമായി ഒരു ഹദീസ്, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ 3 തരക്കാരാണ്. ഈ പറഞ്ഞ ഒന്നാമത്തെ ആളോട് 3, രണ്ടാമത്തെ ആളോട് 2, പിന്നെ മുസ്ലിം അല്ലാത്ത അയൽവാസിയോട് ഒരു ബാധ്യത, ഇങ്ങനെയൊക്കെ വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. പക്ഷെ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. അതിന് പലതരത്തിലുള്ള ന്യൂനതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുകയും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്റെ സിൽസിലത്തുൽ ലഈഫയിൽ അഹാദീസ് ലഈഫ ദുർബല ഹദീസുകൾ എന്ന പുസ്തകത്തിൽ അത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 3 തരമായി വേർതിരിക്കുന്ന, അല്ലെങ്കിൽ 3 ശ്രേണിയായി വേർതിരിക്കുന്ന ഹദീസ് ദുർബലമാണെങ്കിലും ഈ പറഞ്ഞ ആശയം നേരത്തെ പറഞ്ഞതിൽ നിന്ന് കിട്ടും, ഖുർആനിൽ നിന്ന് കിട്ടും, ഹദീസിൽ നിന്നും കിട്ടും. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എല്ലാവരും ഒരേ തരക്കാരായിക്കൊള്ളുന്നില്ല. എല്ലാവരും മുസ്ലിങ്ങളായി വിചാരിക്കുക. മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ എല്ലാവരും ഒരേ തരക്കാരായി പോയില്ല. അവരിൽ സ്വാലിഹായ, നല്ല ദീനിയായ ബോധത്തോടുകൂടി നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന അയൽവാസികളായ ആളുകളുണ്ടാവും, മുസ്ലിങ്ങൾ. അവർക്ക് ഒരു അയൽവാസിക്ക് കൊടുക്കേണ്ടുന്ന എല്ലാവിധ കടമകളും അവനോട് നമ്മൾ നിർവഹിക്കണം. കാരണം അവൻ വിശ്വാസിയാണ്, അയൽവാസിയാണ്. ഇനി മുസ്ലിം ആകാം, പക്ഷേ അങ്ങനെ സൽക്കർമ്മകാരിയാവില്ല, തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്ന ആളാവും. അങ്ങനെയുള്ള ആളാണെങ്കിൽ അവനോട് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. എന്താണ്? തെറ്റ് ചെയ്യരുത്, തിന്മകൾ ചെയ്യരുത് എന്ന് അവനോട് കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്ന ഒരു ബാധ്യത അത് എല്ലാവരോടും പുലർത്തണം. പക്ഷേ തിന്മ ചെയ്യുന്ന സ്വാലിഹല്ലാത്ത ഒരു അയൽവാസിയാണെങ്കിൽ അവനോട് പ്രത്യേകം ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതും അവന്റെ തിന്മകൾ ചെയ്യുന്നതിൽ അവനെ തടയുക എന്നുള്ള ഒരു ബാധ്യത കൂടി സ്വാലിഹല്ലാത്ത തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന അയൽവാസിയാണെങ്കിൽ അവനോട് പ്രത്യേകിച്ച് ഉണ്ടായിത്തീരുന്നു. ഇനി തമ്മാടിയായ ഒരു അയൽവാസി, തമ്മാടി എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്ന തമ്മാടി. അവന് ഈമാൻ ഉണ്ടാവും, തൗഹീദ് ഉണ്ടാവും, നിസ്കാരം കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ തമ്മാടിത്തം ചെയ്യുന്നുണ്ടാവും, മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവനോട് സൗമ്യമായി ഉപദേശങ്ങൾ നടത്തണം, വയൽ നടത്തണം. അവന്റെ വീഴ്ചയിൽ നിന്ന്, ഈ പിഴവിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. മുമ്പൊരു ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ അവന്റെ ന്യൂനതകൾ പുറത്തു പറയരുത്. പറയേണ്ടി വന്നാൽ പറയണം, പക്ഷെ അത് പാടി നടക്കേണ്ടതില്ല. അവനോട് ബോധ്യപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള സൗമ്യമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടും അവൻ ശരിയായ അവസ്ഥയിലേക്ക് വരുന്നില്ലെങ്കിൽ അവനോട് പണക്കം കാണിക്കണം. അവൻ വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടതില്ല, പോകാണ്ടെന്നാ പോരാ, അവനോട് കാരണം പറയണം. നീ എന്റെ അയൽവാസിയാണ്, പക്ഷെ നീ മതപരമായ കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു, തമ്മാടിത്തങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞൊന്നും നീ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് പണങ്ങുന്നു എന്നാൽ ഇനി കല്യാണം വിളിച്ചാൽ ഞാൻ വരൂല. കാരണം പറയണം. അങ്ങനെ പറഞ്ഞാൽ അവൻ ആ തിന്മയിൽ നിന്ന് പിൻവാങ്ങുമെങ്കിൽ ആ നിലക്കുള്ള പണക്കമാകാം. അങ്ങനെ ഒരു പണക്കം കാണിച്ച് പോകാതെന്നാൽ നന്നാവില്ല, ഒന്നുകൂടി ശത്രുത കൂടുകയാണെങ്കിലോ പിന്നെ അങ്ങനത്തോട് പണക്കം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. പണങ്ങുന്നത് നന്നാകാനാണല്ലോ. പിണങ്ങിയാൽ നന്നാവില്ലെങ്കിലോ, പിണങ്ങാൻ നന്നാൽ ആ വിളിച്ച പരിപാടിക്ക് പോകാതെക്കുക, അവനുമായുള്ള സഹകരണം കുറക്കുക. അപ്പോ അവൻ തോന്നുന്നു ഇയാളെന്താ നമ്മളോട് സഹകരിക്കാത്തത്, എന്താ വിളിച്ചിട്ട് വരാത്തത്, എന്താ എന്നോട് അത്ര വലിയ ലോക്യം കാണിക്കാത്തത്, സലാം പറയാതൊക്കെയാന്നല്ല പറഞ്ഞത്. അപ്പോ അവൻ ചിന്തിക്കും അതിന്റെ കുഴപ്പം കൊണ്ടാണ്, അപ്പൊ നന്നാകാൻ കാരണമാവും. അതില്ല എങ്കിൽ പിന്നെ അവൻ പണിയൊരു കാര്യമില്ല. കാരണം പണക്കം കൊണ്ടുള്ള ഫലം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വിപരീതാവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ പിന്നെ അവനോട് പണിയിട്ട് കാര്യമില്ല. പിന്നെ ചില ആൾക്കാരുണ്ടാവും വിളിച്ചാൽ പോവില്ല, എന്നിട്ട് വേറെ ആരോടെങ്കിൽ പറയൂ ഓൻ വിളിച്ചിരുന്ന് ഞാൻ പോകാന്നത് ഓൻ ശരിയില്ല, അത് ഓനോടെ വരണ്ടേ, നീ ശരിയില്ല കൊണ്ട് ഞാൻ വരില്ല. ഓനോടെന്ത് പറയും, എനിക്ക് വേറെ സ്ഥലത്ത് പോകണ്ടേന്നല്ല, എന്ന് വേറെ കുടുംബത്തെ കല്യാണം നുണ പറയും. അതുകൊണ്ട് മനസ്സിലാക്കുവോ? ഇല്ല. അപ്പൊ നേർക്കയാൽ പറയാ, അതാണ് അവനെ നന്നാക്കിയെടുക്കാനുള്ള വഴി. ഇനി കാഫറാണെങ്കിലോ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം, ഇസ്ലാമിന്റെ നന്മകൾ പറഞ്ഞു കൊടുക്കണം, അവനെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തണം. ആ ഒരു ബാധ്യത കൂടി അത്തരം ആളുകളോട് ഉണ്ടായിത്തീരുന്നു. ഇനി ചുറ്റുവട്ടത്ത് കുറെ അയൽവാസികളുണ്ട് എങ്കിൽ അവരിൽ ആരോടാണ് ഏറ്റവും അടുപ്പം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വീട്ടിൽ വെച്ചത് ഭക്ഷണ പദാർത്ഥം കൊടുക്കുക, പ്രത്യേകിച്ച് വല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുലർത്തേണ്ടത് ആരോടാണ്? ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല നബിയെ, 2 അയൽവാസികൾ ഉണ്ടല്ലോ, ഇവരിൽ ആർക്കാണ് ഞാൻ വല്ല ഗിഫ്റ്റും കൊടുക്കേണ്ടത്? 2 കൊടുക്കാനില്ല വിചാരിക്കുക, ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. ഇനി ആരാണ് ഏറ്റവും അടുത്തത്, ആരോടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, അതിന് അർഹതപ്പെട്ടതാരാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അഖറബിഹാ മിൻകി ബാബൻ, ഏത്
അയൽവാസിയോടാണോ വാതിൽ കൊണ്ട് അടുത്തത്, അടുത്ത വാതിലുള്ളത് ഏത് അയൽവാസിയുടേതാണ്, ആ അയൽവാസിക്കാണ് നീ കൂടുതൽ ബന്ധം കാണിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉപദേശം കൊടുത്തു. അപ്പൊ ചുറ്റുവട്ടത്ത് കുറെ ആളുണ്ടെങ്കിൽ ആരെ കൂടുതൽ പരിഗണിക്കണം? അപ്പൊ ഈ വാതിലടുത്ത ആള് എന്ന് പറയാൻ കാരണം എന്താ? വാതിലടുത്ത ആള്, അതും പണ്ഡിതന്മാർ വിശദീകരിച്ചായി കാണാം. വാതിലടുത്ത ആളുകളാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത വാതിലുള്ള അയൽവാസി. നമ്മുടെ വീട്ടിൽ ആര് വരുന്നു, ആര് പോകുന്നു, അവിടെ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവിടേക്ക് വല്ല പ്രത്യേകമായ വിഭവങ്ങളും വരുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ മാതിരി 4 ഭാഗവും ജയിലിന്റെ മതില് പോലെ കെട്ടി കാണാത്തതിനാൽ ഒരു തരത്തിൽ കാണാമെന്നില്ല, വിവരങ്ങൾ അറിയാത്ത, കടന്നു ചെല്ലാനുള്ള ഒരു വഴി പോലും ഇല്ലാത്ത, എല്ലാം പൂട്ടി ബന്ധാക്കി ചങ്ങലക്കിട്ട വീടുകളല്ല ഈ പറയുന്നത്. മറിച്ച് ഇങ്ങനെയൊക്കെ അയൽപക്കത്ത് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള അയൽവാസിക്ക് എന്തുണ്ടാവും, അവിടെ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്, അല്ലെ അവിടെ ഒരു അറവ് നടന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് കിട്ടുവോ, അല്ലെ അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കിട്ടാനാകാൻ, അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മണം പിടിച്ചാൽ അവിടെ എന്തെങ്കിലും കിട്ടും എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാകാതിരിക്കുക ഈ അടുത്ത അയൽവാസിക്കാണ്. അതുകൊണ്ടാണ് അടുത്ത അയൽവാസിയെ, വാതിലടുത്തവനെ പ്രത്യേകം പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ചത് എന്ന് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം എന്ന തൗഹീദ് പഠിപ്പിച്ചതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ, നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ കുറിച്ച് പറയുന്നു. അതിൽ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പിന്നെ കുടുംബബന്ധമുള്ളവരോട്, അനാഥരോട്, സാധുക്കളോട്, എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാമതായി എണ്ണി പറയുന്നത് അൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. അവിടെ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ള അയൽവാസി എന്നും അല്ല, അടുത്ത അയൽവാസി. അൽ ജാരിൽ ജുനുബ് എന്ന് പറഞ്ഞാൽ അകന്ന അയൽവാസി. എന്നാ തൊട്ടേത്ത പറഞ്ഞ പോലെ വാതിലോ അല്ലെങ്കിൽ ചുമരുകൊണ്ടോ സഹവാസം കൊണ്ടോ അടുത്ത് നിൽക്കുന്ന അയൽവാസികൾ, പിന്നെ വിട്ട അയൽവാസി. അപ്പൊ അടുത്ത അയൽവാസി, അകന്ന അയൽവാസി, ഇവർ രണ്ടെണ്ണത്തെയും ഒറ്റക്ക് അയൽവാസി എന്ന് മാത്രം പറയാതെ അടുപ്പമുള്ള, അതുപോലെ തന്നെ അകലെയുള്ള അയൽവാസി, എന്നാൽ 2 വീട് അപ്പുറത്ത് അല്ലെ 4 വീട് അപ്പുറത്ത്, അങ്ങനെയുള്ള അയൽവാസികളെ 2 കൂട്ടരെയും പ്രത്യേകമായി ഖുർആൻ എടുത്തു പറഞ്ഞത് കാണാം. ഇവരോടൊക്കെ എന്ത് ചെയ്യാനാണ്? ഇഹ്സാൻ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഇഹ്സാൻ പുലർത്തണം എന്ന് പറഞ്ഞവരിൽ ഒരു വിഭാഗം ഈ 2 തരത്തിലുള്ള അയൽവാസികളാണ്. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇമാം ഖുർത്തുബി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിൽ നിന്ന് ഉള്ള ഉപദേശമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രേരിപ്പിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് അയൽവാസിയാണെങ്കിലും ശരി, മുസ്ലിമൻ കാന ഔ കാഫിറൻ, മുസ്ലിമായ അയൽവാസിയാകട്ടെ കാഫറായ അയൽവാസിയാകട്ടെ, അവരൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാകുന്നു. വഹുവ സ്വഹീഹു, അതാണ് ശരിയായ വീക്ഷണം. അപ്പൊ കാഫറായ അയൽവാസിനെ വേർതിരിച്ചിട്ടില്ല ഖുർആൻ. അടുത്ത അയൽവാസി, അകന്ന അയൽവാസി എന്നേ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുസ്ലിം എന്നോ കാഫർ എന്നോ ജൂതനെന്നോ ക്രിസ്ത്യാനിയെന്നോ നിരീശ്വരവാദി എന്നോ ഒന്നൊന്നും വേർതിരിച്ചില്ല. അയൽവാസികളോട് ഇഹ്സാൻ കാണിക്കണം. അത് അയൽപക്കത്ത് താമസിക്കുന്ന ആളോടുള്ള ബാധ്യതയാണ്. അതിൽ പിന്നെ മുസ്ലിമോ അതുപോലെ തന്നെ ബന്ധുവോ ആണെങ്കിൽ കൂടുതൽ കടമ അവരോട് ഉണ്ടായിത്തീരുന്നു എന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതല്ലാതെ കാഫറായ അയൽവാസിയെ ഒഴിവാക്കിയിട്ടില്ല എന്ന് ഈ ആയത്തിന്റെ പ്രയോഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇമാം ഖുർത്തുബി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആരായിരുന്നാലും ശരി, അവരോടൊക്കെ ഒരേ നിലക്ക് ഇഹ്സാൻ എല്ലാവരോടും ചെയ്യണം. നല്ല പെരുമാറ്റം ഉണ്ടാകണം. അവർക്ക് ഉപദ്രവം ചെയ്യാൻ പാടില്ല. അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ തടുക്കണം. അവർക്ക് വല്ല ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കണം. ഇതൊക്കെ ഈ പറയുന്ന അയൽവാസികളായ ആളുകളോട് ചെയ്യേണ്ട ബാധ്യതയായി അദ്ദേഹം ഖുർത്തുബി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കാര്യം ഇമാം ഷൗക്കാനിയും അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ ഈ ആയത്ത് പൊതുവായ എല്ലാ അയൽവാസികളോടും നന്മ പുലർത്തണം, അടുത്ത വീടാണെങ്കിലും അകന്ന വീടാണെങ്കിലും എന്ന വ്യത്യാസമില്ലാതെയുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ ഇമാം സഅദി, സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ചുപോയ ഷെയ്ഖ് ഉതൈമീന്റെ പ്രമുഖരായ പണ്ഡിതന്മാരുടെയൊക്കെ ഗുരുനാഥനായ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്ത അയൽവാസി, അകന്ന അയൽവാസി, അതിലേറ്റവും അടുപ്പം കാണിക്കേണ്ടത് വല്ല ഗിഫ്റ്റും കൊടുക്കുകയാണെങ്കിൽ, സദക്ക ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിനയം കാണിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞ അയൽവാസികളോടൊക്കെ പുലർത്തേണ്ട മര്യാദകളാകുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വാക്ക് കേട്ടാൽ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആദ്യം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നത് വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, വിശ്വാസിയാവുകയില്ല.
ഈ വാക്ക് 3 വട്ടം നബി ആവർത്തിച്ചു. ആരെയാണ്? അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞത്. ലാ യുമിൻ, ഒരുത്തൻ വിശ്വാസിയാവുകയില്ല. അപ്പൊ 3 വട്ടം ഇങ്ങനെ പറയാൻ എന്താ കാരണം? സഹാബികൾ നബിയോട് ചോദിച്ചു, നബിയെ ആരാണ് വിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ 3 വട്ടം ആവർത്തിച്ച് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, ഏതൊരുത്തൻ തൊട്ടടുത്ത അയൽവാസിയിൽ നിന്നുണ്ടാകുന്ന ഷർറുകൾ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിർഭയനാകാതിരിക്കുന്നുവോ ആ അയൽവാസി മുസ്ലിം അല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എന്നിൽ നിന്നുണ്ടാകുന്ന ഷർറിനെ കുറിച്ച് എന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിക്ക് നിർഭയത്വം ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ മുസ്ലിം അല്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നേരത്തെ പറഞ്ഞ അടുത്തതോ അകന്നതോ ആയ അയൽവാസി നിർഭയനായിരിക്കണം. എന്തിൽ നിന്ന്? അയൽവാസിയായ നമ്മളിൽ നിന്ന്. നമ്മുടെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഈ പറയുന്ന അയൽവാസിക്ക് ഉണ്ടാകരുത്. സ്വസ്ഥമായി അവന്റെ അടുത്ത് ജീവിക്കാം, പേടിക്കേണ്ടതില്ല. അമ്ന്, നിർഭയത്വം അയാളുടെ അടുത്ത് താമസിച്ചാൽ കിട്ടും, അയാളുടെ ഒരു ബുദ്ധിമുട്ടും പേടിക്കേണ്ടതില്ല എന്ന നിർഭയത്വം നമ്മെക്കുറിച്ച് അയൽവാസിക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ഇവിടെ ലാ യുമിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറാത്ത ഒരുത്തൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും, കാഫറാവും എന്നർത്ഥത്തില്ല. മറിച്ച് ഈമാനിന്റെ പൂർണ്ണതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പൊ അത് ഞാൻ കൂടുതൽ പറയാതെ തന്നെ ഈ കാര്യം നമുക്ക് മനസ്സിലാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയോഗം. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നത് കാണാം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ അവൻ ഫലാ യുഅ്ദി ജാറഹു, തന്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരു മുഅ്മിന്റെ സ്വഭാവമാണ് അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കുക. അതേ കാര്യം പറഞ്ഞുകൊണ്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാണാം, ഫൽ യുക്രിം ജാറഹു, അയൽവാസിയെ ആദരിക്കണം, ബഹുമാനിക്കണം. ആ ആദരവും ബഹുമാനവും എന്താണ്? നേരത്തെ പറഞ്ഞ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എന്ന് ശേഷം പറയുന്നതിൽ നിന്നും അത് മനസ്സിലാവും. ഇമാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുത്തൻ ഫൽ യുഹ്സിൻ ഇലാ ജാരിഹി, അവൻ അയൽവാസിയോട് നന്മ കാണിക്കട്ടെ. അപ്പൊ നോക്കൂ, ഓരോരോ പ്രയോഗങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. നമ്മളിൽ നിന്ന് അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നിർഭയത്വം ഉണ്ടാകണം. അവനെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. അയൽവാസിയെ ആദരിക്കണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ അയൽവാസിക്ക് നന്മ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഒന്നൊന്നിനെ പൂരിപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നബിയുടെ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് കാണാം, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ഒരടിമ വിശ്വാസിയാവുകയില്ല ഏതുവരെ? ഹത്താ യുഹിബ്ബ ലി ജാരിഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, ഒരാൾ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടുന്നവനായിത്തീരുന്നത് വരെ ഒരടിമ വിശ്വാസിയാവുകയില്ല. അപ്പൊ ഒരടിമ വിശ്വാസിയാകണമെങ്കിൽ താൻ എനിക്കും എന്റെ കുടുംബത്തിലും എന്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്റെ അയൽവാസിക്കും ഉണ്ടാകാൻ ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു മുസ്ലിം വളരണമെങ്കിൽ എത്രത്തോളം വിശ്വാസപരമായി വളരുകയും അവന്റെ ഹൃദയം വിശാലമായി തീരുകയും ചെയ്യണം. അടുത്ത അയൽപക്കത്ത് ഒരു നല്ല കാര്യമുണ്ടായാൽ, നല്ല വീടായാൽ, അയൽപക്കത്ത് നല്ലൊരു ജോലി ഉണ്ടായാൽ, നല്ല ശമ്പളമുണ്ടായാൽ, നല്ല ജീവിതമുണ്ടായാൽ, സന്തോഷാവസ്ഥയുണ്ടായാൽ അപ്പൊക്കെ നമുക്ക് സന്തോഷമാണോ, ഇഷ്ടമാണോ ഉണ്ടാകുന്നത്? ഓ അതല്ല, ഓൻ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്ന അസൂയയും പകവെച്ചുകൊണ്ടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യുക എങ്കിൽ നീ മുസ്ലിം ആകുന്നതാണ്. ഒന്ന് ഷർത്ത്, രണ്ട് ജവാബ്. എന്നാൽ ഒന്ന് നിബന്ധന, രണ്ടാമത്തത് അതിന്റെ ഫലം. എന്താ നിബന്ധന? നീ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യണം. ആ ഇഹ്സാൻ ചെയ്യുക എന്ന നിബന്ധന പൂർത്തിയാകുമ്പോഴാണ് തകുൻ മുസ്ലിമൻ, നീ മുഅ്മിനൻ, നീ വിശ്വാസിയാകുന്നത്. യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് നീ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യുമ്പോഴാകുന്നു. ഇമാം മുസ്ലിം റിവായത്ത് മറ്റൊരു ഹദീസിൽ, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ, ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയെ കുറിച്ച് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ആരാ പറയണത്? നബി പറയാൻ. നബിന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് അയൽവാസിയെ കുറിച്ച് വസിയത്ത് ചെയ്യ ആരോട്? നബിനോട്. അയൽവാസിയോട് അങ്ങനെ പെരുമാറണം എന്നിങ്ങനെ നബിയോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് നബി പറയാൻ. ഹത്താ ലനന്തു അന്നഹു സയുവരിഥു, നബി പറയാണ് ഞാൻ വിചാരിച്ചു പോയി ജിബ്രീലിന്റെ ഈ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ജിബ്രീൽ അയൽവാസിക്ക് അനന്തരം കൊടുക്കണം എന്ന് പറയുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ അത്രക്ക് ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്നിട്ട് അയൽവാസിയെ കുറിച്ച് വസിയത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ജിബ്രീൽ അങ്ങനെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടോ? ജിബ്രീൽ അനന്തരാവകാശം കൊടുക്കണമെന്ന് പറയുമോ എന്ന് ഞാൻ ധരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആ ഉപദേശം കടുത്തതായിരുന്നു എന്നതാണ്. ജിബ്രീൽ അങ്ങനെ നിയമം ഉണ്ടാക്കാനോ നിയമം ദുർബലപ്പെടുത്താനുള്ള അധികാരമല്ല.
ജിബ്രീൽ അള്ള പറഞ്ഞ നിയമം പഠിപ്പിച്ചു കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോ ജിബ്രീൽ ഇങ്ങനെ വന്ന് പറയുമ്പോ ഇനി അള്ളാഹിന്റെ പക്കൽ നിന്നുള്ള അടുത്ത കൽപ്പന വരുന്നത് ജിബ്രീലിന് അയൽവാസിക്ക് അനന്തരാവകാശത്തിൽ അവകാശം കൊടുക്കണം എന്നായിരിക്കുമോ? അതാണ് നബിന്റെ ആ ധാരണയുടെ അർത്ഥം. അല്ലാതെ ജിബ്രീൽ അങ്ങനെ കൽപ്പന കൊടുക്കുമോ എന്നല്ല, അള്ളാഹുവിന്റെ വഹിയുമായി ജിബ്രീൽ അങ്ങനെ വരുമോ എന്നതാണ്. ഇതേ കാര്യം ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ഊസീക്കും ബിൽ ജാർ, നിങ്ങളോട് ഞാനിതാ അയൽവാസികളെ കുറിച്ച് വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം ഈ ആവർത്തിച്ചു. ഫഖുൽതു, അപ്പൊ ഈ ഹദീസ് കേൾക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നഹു ലയുവരിസുഹു, നബി അനന്തരാവകാശം കൊടുക്കാൻ കൽപ്പിക്കുമോ എന്ന് ഞാൻ പറഞ്ഞുപോയി, അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി. അപ്പോ നബിക്ക് ജിബ്രീലിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയ വാക്ക് നബിയുടെ സംസാരം കേട്ടപ്പോൾ സഹാബികൾക്കും തോന്നി. അപ്പൊ അതേ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ലൈസൽ മുഅ്മിൻ അല്ലദി യശ്ബഅ, വയറ് നിറച്ച് തിന്നുന്നവൻ വിശ്വാസിയല്ല. എപ്പോഴും വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, അവന്റെ അയൽപക്കത്തുള്ള അയൽവാസി വിശന്നിരിക്കെ. നമ്മൾ സാധാരണ നാട്ടിൽ പറയണ്ട, എല്ലാവരും പറയണ ഇസ്ലാമിന്റെ മഹത്വമായിട്ട്, അയൽവാസി വിശന്നിരിക്കെ വയറ് നിറക്കുന്നവൻ ലൈസൽ മുഅ്മിൻ, വിശ്വാസിയല്ല. ഇവിടെ ഈ പറഞ്ഞിടത്തൊക്കെ വിശ്വാസിയല്ല എന്ന് പറഞ്ഞിടത്ത് ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അയാൾ കാഫറായി പോകുമെന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുമോ എന്നല്ല, മറിച്ച് ഈമാനിന്റെ പൂർണ്ണതയാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, വേറെയും പല വിഷയങ്ങളിൽ അങ്ങനെ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാറ്റിലും അല്ല, പലപ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖീദപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈമാനിന്റെ പൂർണ്ണത അവനിൽ ഉണ്ടാവുകയില്ല, പരിപൂർണ വിശ്വാസിയല്ല എന്നാണ്. അപ്പോ ഇനി ഈ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഇത് വീണ്ടും വിശകലനം നടത്തിയതായി കാണാൻ സാധിക്കും. അയൽവാസിയോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി ഉപദ്രവിക്കാതിരിക്കുക എന്നാണ്. കാരണം എന്താ, തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനാകണം, അപ്പോഴേ ഞാൻ ശരിയായ വിശ്വാസിയാവുള്ളൂ. അപ്പൊ നന്മ അങ്ങോട്ട് ചെയ്യുന്നതിനേക്കാൾ ഗൗരവപ്പെട്ട കാര്യമാണ് അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമതായി നമ്മൾ ഉണ്ടാകേണ്ടത് അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കുക. ആ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനോട് അസൂയ പുലർത്താതിരിക്കുക, പിന്നെ അവന്റെ നിയമത്തുകൾ നീങ്ങിപ്പോകുക എന്ന ദുഷ്ടബുദ്ധി ഇല്ലാതിരിക്കുക, അയൽവാസിയെ പരിഹസിക്കാതിരിക്കുക, നിസ്സാരവൽക്കരിക്കാതിരിക്കുക, അവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ടുനോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി അങ്ങനെ ചാരപ്പണി പോലെ അടുത്ത വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വകാര്യമായി മനസ്സിലാക്കുക. ഇപ്പം പ്രത്യേകിച്ച് അടുത്തടുത്ത 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ വിട്ടിട്ടുള്ള വീടുകളാണ്. ഇടയ്ക്കൊരു മതിലേ ഉണ്ടാവുള്ളൂ. അപ്പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാം, പണക്കം കേൾക്കാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടി കേൾക്കാം, മക്കളും ബാപ്പയും തമ്മിലുള്ള ഒച്ചപ്പാടുകൾ കേൾക്കാം. ഇതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ഇപ്പൊ അങ്ങനെ ചിരിക്കുക. എന്നിട്ട് പിന്നെ മറ്റവനോട് പോയിട്ട് കണ്ട അവിടെ അങ്ങനെ അവിടെ പടയായിരുന്നു, ഇവിടെ പടയായിരുന്നു, അങ്ങനെ നടന്നു ഇതൊന്നും പറയാൻ നിൽക്കരുത്. അതൊക്കെ അയൽവാസിയെ ദ്രോഹിക്കലാണ്. അതുപോലെ തന്നെ അയൽപക്കത്തുണ്ടാകുന്ന സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ അത് മറ്റാരും കേൾക്കാൻ അവരിഷ്ടപ്പെടാത്തതാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് വ്യാപിക്കുക, അതും ചെയ്യാൻ പാടില്ല. അയൽപക്കത്തേക്ക് വരുന്ന ഗസ്റ്റുകളെ, അയൽവാസികളെ, സന്ദർശകരെ, കുടുംബക്കാരെ അങ്ങനെ ഒരു കട്ടുനോക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്വകാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാവും അയൽപക്കത്ത്. ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. നല്ല അയൽപക്ക ബന്ധമായിരിക്കും, പക്ഷെ ചില ദുഷ്ട സ്വഭാവങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പൊ ഒരു വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നാൽ അപ്പൊ അവര് മനസ്സിലാക്കും ഈ വീട്ടിലേക്ക് ആരോ വരുന്നത് ആരാ നമുക്കറിയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ പിന്നെ ചിലപ്പോ രാത്രിയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി അല്ലെങ്കിൽ വാതിൽ പതുക്കെ തുറന്ന് അടുക്കള ഭാഗത്തോ വരാന്തയിലോ ഏതെങ്കിലും ജനലിന്റെ അടുക്കലോ വന്നിട്ട് അവിടെ ആരാ വന്നത്, അവിടെ എന്താ നടക്കുന്നത്, ഏത് മനുഷ്യന്മാരാ വന്നത്, ആരൊക്കെയാണ്, എത്ര ആളുകളുണ്ട്, ഇതൊക്കെ എണ്ണമെടുക്കുകയും കണക്കെടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന പണിയെടുക്കുന്ന അയൽവാസികൾ ഉണ്ടാവും. ഇത് ദ്രോഹമാണ്. അവിടെ നടന്നോട്ടെ, എന്താ നമ്മളറിയേണ്ടതല്ലേ? നമ്മളറിയേണ്ടതാണെങ്കിൽ ആര് വന്നു ആര് പോയി, അവരെന്ത് കൊണ്ടുവന്നു എന്ന് കൊണ്ടുവന്നിട്ടില്ല, എന്തിനു വന്നതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയും ആരെ വന്നു പോയി എന്ന് കണക്കൂട്ടിയാൽ മതി. മറ്റത് ചാരപ്പണിയാൻ, അത് അവരെ ദ്രോഹിക്കലാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് അയൽവാസികളെ കുറിച്ച് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ, ഇനി ശരിയായ വാർത്താണെങ്കിൽ തന്നെ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുക. എന്തിനാ? ഇയാളെക്കുറിച്ച് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകണം. അതും അവരെ ദ്രോഹിക്കലാണ്. കളവായാലും പറ്റൂല, അല്ലാത്താലും പറ്റൂല. അതുപോലെ തന്നെ അവരുടെ വീഴ്ചകൾ, പോരായ്മകൾ എന്നിവയൊക്കെ കണ്ടെത്തി പരതി അതിന്റെ പിന്നാലെ പോവുക. പിന്നെയോ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മെല്ലെ അപ്പുറത്തേക്ക് ഇടും. ഇപ്പൊ മതിലുണ്ടെങ്കിൽ മതിലിന്റെ മുകളിൽ കൂടി അങ്ങോട്ട്, കീസും വേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പുറത്തേക്ക് ഇടുക. അവിടെ ആള് താമസിച്ചാലും താമസിച്ചില്ലെങ്കിലും ശരി. അയൽപക്കത്ത് പറമ്പുണ്ട്, വേറെ തന്നെ പറമ്പാണ്, അവിടെ വീടില്ല, പക്ഷെ അങ്ങ് തോണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഇടും. എന്തിനാ? നമുക്ക് വേണ്ട. അത് ഒരു ആർക്കും കേടില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ നമുക്ക് ശ്രമമാണ്. ആ അധ്വാനം കുറക്കാൻ മെല്ലെ തോണ്ടി അങ്ങോട്ട് എറിയുക. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം, അടുക്കള ഭാഗത്തുണ്ടാകുന്ന വെള്ളങ്ങൾ, കിണറിന്റെ ചാലിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം, മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന വെള്ളം,
ഇതൊക്കെ നമ്മൾ അങ്ങോട്ടാ തിരിച്ചുവിടുക, റോട്ടുമലേക്ക് അല്ലെങ്കിൽ അടുത്തവന്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക്. ഒരു തുള്ളി വെള്ളം പോലും അയൽവാസിക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. മരം നോക്കിയാൽ മരത്തിന്റെ മുരട് നമ്മളെ പറമ്പിലായിരിക്കും, തല മറ്റവന്റെ പറമ്പിലായിരിക്കും. ഇപ്പൊ വലിയ പറമ്പ്, മാവ്, പ്ലാവ്, തെങ്ങ്, മുരട് നമ്മളെ പറമ്പില. കാരണം അതിർത്തിയിലാണ് വലിയ മരം കൊണ്ടേക്ക് കുഴിച്ചിടുക. പറമ്പിന് നടുവ് കുഴിച്ചിട്ടാൽ ചോലൊക്കെ പിന്നെ പറമ്പിൽ നമ്മളെ പറമ്പിലായിരിക്കും. അപ്പൊ നമ്മുടെ പറമ്പിൽ ചോല കൊണ്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വലിയ മരങ്ങൾ അതിരിൽ കൊണ്ടുപോയി 1 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ അതിരിൽ കൊണ്ടുപോയി മുരടൊക്കെ നമ്മളെ സ്ഥലത്ത്. ഫലവും നമുക്ക് വേര് മറ്റവന്റെ പറമ്പിലേക്ക്, നമ്മളെ പറമ്പിലേക്ക് വരുന്നത് തന്നെ ഒരു ഭാഗത്ത് അങ്ങോട്ടാ പോണത്. കൊമ്പുകളും ഇലകളും അതിൽ നിന്ന് ചക്ക പഴുത്ത് വീണാൽ അത് ചീഞ്ഞു നാറി മണത്ത് അത് മറ്റവന്റെ വിട്ടത്ത്, തേങ്ങ വലിച്ചാൽ മറ്റവന്റെ ഓട്ടും പുറത്ത്. ഇങ്ങനെ ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കണാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാക്കുന്നു. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കത്തിക്കുന്നു. വേസ്റ്റ് കത്തിച്ചാൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ആണെങ്കിൽ 5000 രൂപ വരെയൊക്കെ ഫൈനിടും. ഇത് കത്തിക്കാൻ പാടില്ല. പക്ഷേ ആരും അറിയാത്ത നേരത്തെ എല്ലാവരും കാണാതെ മെല്ലെ കുറച്ച് ചവറും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ റബ്ബർ, ഇതുപോലത്തെ കാര്യങ്ങൾ. എന്നിട്ട് മണം ഇത് എടുക്കാൻ പോണ്, കാറ്റങ്ങോട്ടേക്കും മറ്റവന്റെ പറമ്പിലേക്ക് പോയിക്കോളും. ഇപ്പം വാതിലടിച്ചിരുന്നാൽ മതി, മറ്റവന്റെ ഉള്ളിൽ കയറി, വീട്ടിനുള്ളിൽ കയറി അവന്റെ ഡ്രസ്സ്, ചുമര്, മൂക്ക്, ശ്വാസകോശം ഇതൊക്കെ നാശാകുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പണികളാണ്. ഇങ്ങനെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും പണ്ഡിതന്മാരെ ഇതുവരെ എണ്ണി പറഞ്ഞത് കാണാം. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഖുർആനാണ് വിചാരിച്ച തുറന്നിക്കുകയാണ്, റേഡിയോ തുറന്നിക്കുന്നു, ഖുർആൻ കേൾക്കുന്നു, വയല് നമുക്ക് കേൾക്കാനുള്ള സൗണ്ട് മതി. അയൽവാസി മുസ്ലിം ആകാം, അല്ലാതിരിക്കാം. മുസ്ലിം ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടില് ഫോണിൽ നിന്നുള്ള ശബ്ദം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദമുയർത്തുന്ന മുക്കബ്ബിറാത്തു സൗത്ത്, സ്പീക്കർ പോലുള്ള സാധനങ്ങൾ, അത് ഖുർആനോത്തായാലും വയലായാലും പാട്ടായാലും എന്താണെങ്കിലും ശരി, ഹലാലായതാണെങ്കിലും ഹറാമായതാണെങ്കിലും അത് അങ്ങോട്ട് വിടണ്ട, നമ്മുടെ വീടിന്റെ ഉള്ളിൽ കേൾക്കാൻ മാത്രം മതി. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജാതി ദ്രോഹങ്ങളൊന്നും ഒരാളോടും പാടില്ല എന്നതാകുന്നു ഇത്തരം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ മറ്റ് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അയൽപക്ക ബന്ധം പുലർത്തുന്ന വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ശഅബാൻ മാസം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 3 ഖുതുബ എങ്ങാനും ഇവിടെ ശഅബാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഒരു സൂചന മാത്രം. ഒന്ന്, ശഅബാന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയം, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അന്ന് മാത്രമല്ല, അതൊക്കെ അതിന്റെ വിശദാംശം അന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പല സമയങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ വർഷത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ സമർപ്പിക്കുന്നത് എന്നും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ ഒരു സമർപ്പണം, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് വർഷത്തിൽ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഒരുപാട് ഹദീസുകളിൽ ശഅബാൻ മുഴുവൻ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത് ശഅബാനാണ് എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ഹദീസുകൾ കാണാം. അതൊക്കെ കൂടി കൂട്ടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു വിശദീകരിച്ച് കാണാം. ശഅബാൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ ശഅബാനിൽ അധിക ദിവസവും നോമ്പ് നോൽക്കാറുണ്ടായി. അപ്പൊ അതിന് കാരണം എന്താ? ശഅബാനിൽ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫയല് സമർപ്പിക്കുകയാണ്. അപ്പൊ ആ ഫയല് സമർപ്പിക്കുമ്പോൾ നോമ്പുകാരനായി നമ്മുടെ ഫയല് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് നോമ്പുകാരന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ ആ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത്. വളരെ കുറച്ചേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ ഹദീസുകൾ തന്നെ. അപ്പൊ കഴിയുന്ന ആളുകൾ സാധാരണ തിങ്കൾ മാത്രം നോൽക്കേണ്ടവർ തിങ്കൾ മാത്രം നോൽക്കുന്നവർ വ്യാഴാഴ്ച കൂടി നോൽക്കാൻ ശ്രമിക്കുക. മാസത്തിൽ 3 നോമ്പ് നോൽക്കാത്തവരാണെങ്കിൽ അങ്ങനെ നോൽക്കുക. ഇനി 1.5 വിട്ട് നോൽക്കാൻ പറ്റും, അങ്ങനെ നോൽക്കുക. എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ ഈ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ മാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ കാര്യം, നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടപ്പെട്ടവർ, നോമ്പ് നോറ്റ് വീട്ടാൻ സാധിക്കുന്നവർക്കുള്ള അവസാനത്തെ അവധിയാണ് ഈ മാസം. ഈ ശഅബാൻ തീരുന്നതോടുകൂടി നോമ്പ് പൂർത്തിയാക്കാൻ, നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടാനുള്ള അവധി കഴിയുന്നു. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ അത് നോറ്റ് വീട്ടണം. നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകൾക്കുള്ള പരിഹാരമാർഗം എന്താ? അതിന് ഫിദിയ കൊടുക്കുക എന്നുള്ളതാണ്. അത് വിശദമായി മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഫിദിയ ഒന്നുകിൽ നോറ്റ് വീട്ടിക്കൊണ്ടോ, നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകൾ ഫിദിയ കൊടുത്തുകൊണ്ടോ ഈ മാസത്തിനുള്ളിൽ ആ കടമ, ആ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകേണ്ടതുണ്ട് എന്നതുകൂടിയാണ് തൽക്കാലം സൂചിപ്പിക്കുന്നത്. പിന്നെ വിദഗ്ധകളുണ്ട്, ശഅബാൻ 15, അത് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ബാധ്യതകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാവുക. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുമ്മ